ഹായ്. അപ്പം മക്കളെ സ്കൂളിലൊക്കെ പറഞ്ഞയച്ചതിന് ശേഷം പിന്നെ കുറച്ച് നാരങ്ങയും മാങ്ങയൊക്കെ മുറിക്കാണ്ടായിരുന്നുണ്ട്. അപ്പോൾ നാരങ്ങയൊക്കെ മുറിച്ച് ഇതാ കല്ലുപ്പിട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ മാങ്ങ കഴുകി വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇനിയിപ്പോൾ ഒരു ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഇത് മാങ്ങ കട്ട് ചെയ്യണത്. ഞാൻ മിക്സഡ് അച്ചാറിലായിരുന്നു മാങ്ങ ചേർത്തിട്ടുണ്ടായിരുന്നു. മാങ്ങ മാത്രമായിട്ട് അച്ചാറിട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം മാങ്ങ മാത്രം ഒന്ന് അച്ചാറിടാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നീളം മാങ്ങയാണ്. ഞങ്ങൾ അച്ചാറിടാൻ വേണ്ടിയിട്ട് ഈ മാങ്ങ കേട്ടോ വാങ്ങൽ. അപ്പോൾ മാങ്ങ മാത്രം ഇടുമ്പോൾ കുറച്ച് തോനെ മാങ്ങ വേണമല്ലോ, അപ്പോൾ കുറച്ചധികം വാങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നാരങ്ങ അലിഞ്ഞ് പാകമായതിൻ്റെ ശേഷം നാരങ്ങ എടുത്ത് അച്ചാറിടുള്ളൂ കേട്ടോ. അപ്പോൾ മാങ്ങ കട്ട് ചെയ്യലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഇന്നലെ ഗുലാബ് ജാം ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതിൻ്റെ പഞ്ചസാര സിറപ്പ് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതും അതിലേക്ക് 2 കോഴിമുട്ടയും കുറച്ച് മൈദപ്പൊടിയും പിന്നെ അപ്പസോഡ എൻ്റെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഒരു നുള്ള് ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് പൊന്തി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനതൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചിട്ട് ഒരു കേക്ക് പോലെ ഉണ്ടാക്കി കൊടുക്കാം. മക്കൾ വൈകുന്നേരം സ്കൂളിൽ വരുമ്പം ചായക്ക് എന്തെങ്കിലുമൊക്കെ കടി വേണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഫ്രൈ പാനിലാണ് ഞാൻ ഒഴിക്കണത്. ഇതിലാകുമ്പോൾ പിന്നെ അടിയിൽ അങ്ങനെ കരിയാതെ കിട്ടും. അപ്പോൾ ഞാൻ ഇതിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ വെന്ത് വന്നതിന് ശേഷം ഞാൻ എൻ്റെ കയ്യിൽ ഈത്തപ്പഴം ഉണ്ടായിരുന്നു. അപ്പോൾ ഈത്തപ്പഴം ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ വെറുതെ ചേർത്തണ. അതേപോലെ നട്ട്സ് എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് ഇട്ടെടുക്കും. അപ്പോൾ ഞാൻ എൻ്റെ ഒക്കെ ഈത്തപ്പഴം ഉണ്ടായപ്പോൾ ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അപ്പുറം ഒന്ന് വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾക്കത് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ തിന്നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ, മക്കൾക്ക് ചായക്കൊരു കടിയുമായി. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. ബൈ.